അസ്സലാമലൈക്കും. അപ്പൊ എല്ലാവർക്കും ഞങ്ങൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത്. എല്ലായിടത്തും നല്ല മഴയാണ് അല്ലേ. ഇവിടെ കുറച്ച് നേരമായിട്ട് വിട്ട് നിൽക്കുന്നുണ്ട് മഴ. ഇനി എപ്പോഴാണ് പെയ്യാനറിയില്ല. നല്ല കാറ്റുണ്ടല്ലോ, നല്ല കാറ്റും മഴയും. രാത്രി നേരത്തോളം പെയ്തിരിക്കുന്നത് ഒഴിവില്ലാതെ. അപ്പോൾ മഴ പെയ്യാതിരിക്കാനും പറ്റൂലല്ലോ, നല്ല ചൂടല്ലേ ഇന്ന്. കഴിഞ്ഞ പ്രാവശ്യം മഴ പെയ്തിട്ടില്ലേ നമുക്ക് നല്ല ചൂട് കൂടിയിട്ട് നമുക്ക് പെയ്ക്കൂല വേനലാകുമ്പോത്തിന്. അപ്പൊ ഞങ്ങൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത് 3-4 ആൾക്കാർ കമന്റ് ചെയ്ത് കണ്ട് കാക്കാക്ക് എന്താ അസുഖം എന്ന് ചോദിച്ചിട്ട്. അപ്പൊ അതിനെ കുറിച്ചിട്ട് ഞങ്ങൾ പറയാൻ വിചാരിച്ചിരുന്നു. അപ്പൊ കാക്കാക്ക് ഫിക്സ് ആണ് അസുഖം. ഫിക്സ് എന്ന് പറഞ്ഞാല് കുറെ ആൾക്കാർക്ക് മനസ്സിലാവില്ല. ചില ആൾക്കാർക്ക് ഫിക്സ് എന്ന് പറഞ്ഞാല് മനസ്സിലാവില്ല. അപസ്മാരം, ഈ ഫിക്സിന് ഈ അപസ്മാരത്തിന്റെ അസുഖമാണ്. അത് ഈ അപസ്മാരത്തിനാണ് ഈ ഫിക്സ് എന്ന് പറഞ്ഞത്. അത് എപ്പിലെപ്സി എന്ന് പറയും ഈ അസുഖത്തിന്. അപ്പോ കാക്കാക്ക് ഇതാണ് അസുഖം, അപസ്മാരത്തിന്റെ അസുഖമാണ്. കാക്കാക്ക് തലച്ചോറ്റക്ക് പോണ നരമ്പിന് ബ്ലോക്ക് വരും. ബ്ലോക്ക് വരുന്ന പറഞ്ഞാൽ രക്തോട്ടം നിൽക്കും. അപ്പൊ കാക്ക വീകും. വീണിട്ട് തീരെ വയ്ക്കൂല. കാളറിയില്ലട്ട് വീണതൊന്നും. കാക്ക അറിയില്ല, വീണതാ ഒന്നും കാക്ക അറിയില്ല. ഭയങ്കരമായിട്ട് നമുക്കെന്നെ കാണാൻ തന്നെ നമുക്ക് പേടിയാവും. അസുഖം അങ്ങനത്തെ അസുഖം ആർക്കും അത് തരാതിരിക്കട്ടെ. നമ്മളെപ്പോഴും ദുആ ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും വേണ്ടിയിട്ടൊക്കെ ദുആ ചെയ്യുന്നുണ്ട്, ആർക്കും ഇല്ലാതിരിക്കട്ടെ. എപ്പോഴും അതാണ് പ്രാർത്ഥന. അപ്പൊ കാക്ക അറിയില്ല. ഈ അസുഖം വരുമ്പോൾ കാക്ക അറിയില്ല. അപ്പോൾ ഈ അസുഖം ഉണ്ടായാൽ തടിയിട്ട് പൊടിയാക്കുന്ന ഒരു അസുഖമാണിത്. ചിലവർക്ക് തോന്നുന്നു, ചിലവർക്ക് കുഴപ്പമൊന്നുമില്ലാത്ത വരുന്നതുണ്ട്. ഇങ്ങനത്തെ അസുഖം ഉണ്ടാവും, പക്ഷെ നോക്കിയാലും സ്കാനിങ്ങിലോ കാര്യത്തിലൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല. അങ്ങനത്തെ ആൾക്കാരും കിട്ടാം. കാക്കാക്ക് ഈ ഒരു പ്രശ്നം കൊണ്ടാണ് ഈ അസുഖം വരുന്നത്. അപ്പോൾ കുറെ ആയി ന്യൂറോനെ ഡോക്ടർ ഉണ്ട്, അതിന് കാർഡിയോളജിയിൽ എപ്പിലെപ്സി ഇതിനെ ക്ലിനിക്കുണ്ട്, നടക്കാവിൽ ഉണ്ട്. ശ്രീകുമാർ ഡോക്ടർ തന്നെ. ആ ഡോക്ടർ പേരും ശ്രീകുമാർ ഡോക്ടറാണ്. അപ്പൊ അവിടെ ഒന്ന് കാണിച്ചു ഞങ്ങള്. ഇവിടെ ഈ തീരത്തെ മരുന്ന് കുടിച്ചിട്ട് ഭേദമായിട്ട് അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 8 വർഷം മുന്നേ ആയി തുടങ്ങി. 2 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവിടുത്തെ ഡോക്ടർ ആദ്യം പോയി കാണിച്ചപ്പോൾ മരുന്നാന്ന്. പിന്നെ കാണിച്ചപ്പോൾ MRI എടുക്കാൻ പറഞ്ഞു, MRI സ്കാൻ ചെയ്യാൻ പറഞ്ഞു. എന്താ കാരണം എന്താണെന്നോ അറിയാൻ വേണ്ടിയിട്ട് MRI ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ MRI ചെയ്തപ്പോൾ അന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തലച്ചുറ്റിക്ക് പോണ തലന്റെ ഇടത് ഭാഗത്ത് തലച്ചുറ്റിക്ക് പോണ നരമ്പിന് ഇങ്ങനെ രക്തോട്ടം ഇങ്ങനെ നിൽക്കുകയാണ്. അതോടെ ഈ അസുഖം വരുന്നത്. മരുന്ന് കുടിച്ചിട്ട് ഭേദമില്ലെങ്കിൽ സർജറി ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന്. തല സർജറി ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് ഡോക്ടർ. അപ്പോൾ എന്നിട്ട് ഡോക്ടർ മരുന്ന് തന്നും ചെയ്തവിടുന്ന്. എന്നിട്ട് അവിടുത്തെ മരുന്ന് കുടിച്ചിട്ട് മാറായിട്ട് ഭേദം ആവണമെന്നില്ല. അങ്ങനെ മാറായിട്ട് അസുഖം ഉണ്ടാവും. അപ്പോഴും ഇടയ്ക്ക് അസുഖം ഉണ്ടാവും. അങ്ങനെ പിന്നെ അവിടുത്തെ ആ ട്രീറ്റ്മെന്റ് നിർത്തി ഞങ്ങൾ പെരുമ്പിലാവ് ജ്യേഷ്ഠൻ പറഞ്ഞ പെരുമ്പിലാവ് അൻസാർ ഹോസ്പിറ്റലുണ്ട്. അവിടെ നല്ല ഡോക്ടറുണ്ട് പറഞ്ഞ് തോമസ് ജോൺ സാറ്. ആ ഡോക്ടർ കൊണ്ടുപോയി കാണിച്ചു. പെരുമ്പിലാവ് അൻസാർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ച് അവിടുന്ന് കൊണ്ടുപോയി കാണിച്ച് കുറെ അവിടെ ആ ഡോക്ടർ കാണിച്ചതിന് ശേഷം കുറെ അസുഖത്തിന് കുറെ മാറ്റം ഉണ്ടായിരുന്നു. അങ്ങനെയൊന്നും അസുഖം വരില്ല. ചിലപ്പോൾ 2 കൊല്ലം വരെ അസുഖം വരാത്ത അങ്ങനെ ഉണ്ടാവലുണ്ട്. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് ഡോക്ടർ കാണിക്കണം, സ്ഥിരമായിട്ട് ഈ മരുന്ന് കുടിക്കണം, പിന്നെ പോകുമ്പോൾ EG ചെയ്ത് നോക്കണം. അപ്പൊ കുറെ മാറ്റമൊക്കെ ഉണ്ടായിരുന്നു ആദ്യം കാണിച്ചപ്പോഴൊക്കെ. EG നോക്കുമ്പോൾ ഡോക്ടർ പറയും മാറ്റം ഉണ്ടെന്ന് പറയും. മരുന്ന് കൊടുക്കാനും പാടില്ല, സ്ഥിരമായിട്ട് ഈ മരുന്ന് കൊടുക്കും വേണം. അങ്ങനെ അവിടെ കാണിച്ച് പിന്നെ 2020-21 ആ സമയമൊക്കെ ആയപ്പോൾ അതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ആദ്യം 2 കൊല്ലമൊക്കെ അസുഖം ഇല്ലാതെ നിൽക്കുന്നു. പിന്നെ ഒരു 2 കൊല്ലം, ഒരു 10 മാസം ആകുമ്പോൾ ഉണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാവും 2 കൊല്ലത്തിൽ. എന്നാലും ആദ്യത്തെ പോലെ ഉണ്ടായിരുന്നില്ല അസുഖം. അങ്ങനെ ഒരു 2021 മുതൽ ആൾക്ക് അസുഖം പെട്ടെന്ന് കൂടി. മരുന്ന് കുടിച്ചാലും നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. ഡോക്ടർ ഞങ്ങൾ അൻസാറിൽ കാണിക്കാൻ പോകും. കാണിക്കാൻ പോയി ഡോക്ടർ കാണിച്ച് തിരിച്ച് വന്നാൽ വീട്ടിലെത്തുമ്പോഴേക്ക് അസുഖം ഉണ്ടാവും. അങ്ങനെ ഒരു ദിവസം തന്നെ ഉണ്ടാവുകയാണെങ്കിൽ 3 പ്രാവശ്യമൊക്കെ അസുഖം ഉണ്ടാവും. ഈ അസുഖം ഒരു ദിവസം തന്നെ 3 പ്രാവശ്യമൊക്കെ അസുഖം ഉണ്ടാവും. ആൾക്ക് തീരെ വയ്ക്കൂല, തീരെ വയ്യുന്ന ആൾക്ക്. അങ്ങനെ ഡോക്ടർ ഒരു പ്രാവശ്യം ഈ അസുഖം കൂടി ഇരിക്കുന്ന സമയത്ത് ഡോക്ടർ സർജറി വേണ്ടി വരും,
ഇത് സർജറി ചെയ്താലാണ് ഇനി മാറുള്ളൂ, പിന്നെ അല്ലാത്തത് മാറൂല പറഞ്ഞു. അപ്പൊ കാക്ക തന്നെ പറഞ്ഞു ഡോക്ടറോട്, നിങ്ങൾ 3 മാസത്തിന്, നിങ്ങൾ 1 മാസത്തിനും കൂടെ മരുന്ന് എഴുതി തന്നാൽ, ഒന്നും കൂടെ മരുന്ന് എഴുതി തന്നാൽ മാറുമെന്ന് നോക്കാന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർ ആ 1 മാസത്തിന് മരുന്ന് എഴുതി, ഒന്നും കൂടെ മരുന്ന് എഴുതി തന്നു, ഇത്രയും കൂടെ മരുന്ന് എഴുതി തന്ന് ആ മരുന്ന് മേടിച്ച് പോന്നിട്ട് വീട്ടിലെത്തിയപ്പോൾ വീണ്ടും അസുഖം, എപ്പോഴും അസുഖം ഉണ്ടാവുക. എന്താ പറയാ, ജോലിക്കൊന്നും പോവാനും വയ്യ, ശരീരം ആൾക്കുമ്പോൾ ആൾക്ക് ഈ അസുഖം കൊണ്ട് വരിക. അങ്ങനെ ആയിട്ട് പിന്നെ ഡോക്ടർ പോയപ്പോൾ ഡോക്ടർ അങ്ങനെ അസുഖം കൂടിയിട്ടാണ് അവിടുന്ന് ശ്രീചിത്ര ഹോസ്പിറ്റലിലേക്ക് എടുത്തു തന്നത്, സർജറിക്ക് വേണ്ടിയിട്ട് ശ്രീചിത്ര ഹോസ്പിറ്റലിലേക്ക് എടുത്തു തന്നത്. ഇപ്പൊ അവിടുന്ന് കാണിച്ചിട്ട് ഇപ്പൊ 2021 തൊട്ടിട്ട് ശ്രീചിത്ര ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റിലാണ്. അവിടെ പോയിട്ട് വീഡിയോ EG, MRI, EG എല്ലാം ചെയ്തിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ ശേഷം സർജറി ചെയ്തിട്ടുണ്ട്. സർജറി ചെയ്തതിന് ശേഷം ഈ വക കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇപ്പോഴും ശ്രീചിത്രത്തെ ട്രീറ്റ്മെന്റിലാണ് ആള്. മരുന്ന് മുടക്കാൻ പാടില്ല, ഈ മരുന്നാണ് കാക്ക കുടിക്കുന്നത്. ഇതിലുള്ള ഈ മരുന്ന് സ്ഥിരമായിട്ട് കുടിക്കണം. അപ്പോൾ ഈ മരുന്ന് മുടക്കാൻ പാടില്ല. സർജറി കഴിഞ്ഞിരിക്കുന്ന ആൾക്ക് സർജറി കഴിഞ്ഞാൽ ഈ മരുന്ന് കുടിക്കണം. ഇനി 2 വർഷമൊക്കെ കഴിയും. ഈ അസുഖം ഒന്ന് മാറി കിട്ടാനും മരുന്ന് നിർത്താനൊക്കെ ഇനി 2 വർഷമൊക്കെ കിട്ടും. അതാണ് കാക്ക പണിക്കൊന്നും പോവാൻ പറ്റാതിരിക്കുന്നത്. സർജറി കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ ആൾ കൊണ്ട് കാലിൻ്റെ എല്ലൊക്കെ പൊട്ടിയത്. അപ്പൊ അതൊക്കെയാണ് കാക്കക്ക് അസുഖം. ഇതാണ് സ്ഥിരമായിട്ട് ഈ മരുന്ന് കുടിക്കണം. ഈ അപസ്മാരത്തിന്റെ അസുഖമാണ്. അപ്പൊ അതൊക്കെ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് ആണ് ഇന്ന് വീഡിയോ ചെയ്തത്. അപ്പോൾ ഞങ്ങൾ വീഡിയോ കാണാം, എല്ലാ ആൾക്കാരും ഞങ്ങൾ വീഡിയോ കാണാം. ബാക്കി കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലുള്ളതൊക്കെ പിന്നീട് പറഞ്ഞോണ്ട്. മോന് പുറത്ത് കളിക്കുന്നുണ്ട്, മോന് പുറത്ത് കളിക്കുന്ന സമാധാനമില്ല, എവിടെ പോയാവും. അപ്പോൾ ഞങ്ങൾ ചാനൽ കാണുന്ന എല്ലാ ആൾക്കാരും ഞങ്ങളുടെ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണട്ടാ. ഞങ്ങൾ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.